പൊയ്യയിൽ വനിതയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടന്ന ആക്രമണം തികച്ചും അപലപനീയമാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വ്യക്തി പഞ്ചായത്തിൽ എത്തിയതെന്ന് വേണം അനുമാനിക്കാൻ. മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നവംബറിൽ ഇയാൾക്കെതിരെ പ്രസിഡന്റ് പരാതി നൽകിയിരുന്നു. ഭരണപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രതിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിലുടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവമെന്നും ടാജറ്റ് അഭിപ്രായപ്പെട്ടു. ആക്രമിക്കപ്പെട്ട് മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിലെന്തോ കൂടാതെ പിന്നെ ആള് സന്ദർശന ഡയറിയിൽ ഇന്ന സമയത്ത് 11:20 പഞ്ചായത്തിൽ വന്നു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഡയറിയിൽ. അപ്പൊ എന്തോ ഇതിനകത്ത് ഒരു ശക്തമായ ഗൂഢാലോചനയുണ്ട്. ഇന്റൻഷനലി വന്നേക്കാണല്ലോ. നമ്മളൊരു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരു സ്ത്രീയല്ലേ, ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്തെങ്കിലും സംസാരിച്ചൊന്നും ഉണ്ടായ ഒരു സംഭവമല്ല. കരുതിക്കൂട്ടി ഇന്റൻഷനലി വന്ന് അത് ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ്. അതും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അവർ ആകെ ഭീതിയിലാണ്. അവർ വട്ടം കെട്ടിപ്പിടിച്ച് സാരി വലിച്ചു കയറി എന്തതിനെ പറയേണ്ടത്. അതായത് ഇത് നവംബർ 4 2024 നവംബർ 4 അവിടെ വന്ന് ഇതുപോലെ ഭീഷണി പ്രശ്നങ്ങളുണ്ടായി. അതിനെതിരെ പരാതി കൊടുത്തതാണ്. ആ പരാതി പോലീസ് സ്റ്റേഷനിൽ അവരൊക്കെ തീർപ്പാക്കി അവർ വിട്ടു ഇവരോട് പറയാതെ. എന്നിട്ട് ഇവർ SP-ക്ക് പരാതി കൊടുത്തിട്ടാണ് അതിൽ FIR ഇട്ടത്. അതും എന്തെങ്കിലും ഒരു നടപടിയായിട്ട് പിന്നീട് പോയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഭരണപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, ആ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം ഈ സംഭവം വീണ്ടും ആവർത്തിച്ചത്. ഇതന്നെയാണ് പാലക്കാടും കണ്ടത്. ആ പ്രതിക്ക് ജാമ്യത്തിൽ വന്ന് ആ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ഭീഷണി ഉണ്ടെന്ന് പോലീസിനോട് ചെന്ന് പറഞ്ഞിട്ട് പോലീസ് ആക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ 2 കൊലപാതകം നടന്നത്. കേരളത്തിൽ ഉടനീളം അതല്ലേ നടക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്മേ നീതിയുക്തമായ നടപടി പിണറായി സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കില്ലായിരുന്നു. മാള പോലീസ് ഗുരുതരമായ കൃത്യവിലോപല്ലേ നടത്തിയത്. നവംബർ 4 കൊടുത്ത പരാതിയും അവരെന്ത് നടപടി സ്വീകരിച്ചു? അത് അവസാനം ഒരു SP-യെ കാണേണ്ട വന്നില്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗതികേട് വന്നാലേ സാധാരണക്കാരെന്ത് ചെയ്യും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിയമവാഴ്ച തന്നെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അധികാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.